മനീഷ, മര്യാദയ്ക്ക് തുറന്നോ. എനിക്ക് പുറത്തു പോകാനുള്ളതാണെന്ന്. ഇന്നത്തെ ഒരു ദിവസം കഴിയട്ടെ, എന്നിട്ട് പോ. കാരണം എന്താന്നോ, ഈ റൂം പൂട്ടിയത് ഞാൻ തന്നെയാ. പക്ഷേ ചാവി എവിടെ വെച്ചൊന്ന് മറന്നുപോയി. ഇവിടെയൊക്കെ തെരഞ്ഞു നോക്കിയതാ, കിട്ടണ്ടേ. അമ്മയുടെ ഒരു കഷ്ടകാലം. ഡേ മനീഷ, ഞാൻ പുറത്തു കടന്നാലുണ്ടല്ലോ, നിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. തുറക്കടി അങ്ങോട്ട്. ഡേ തുറക്കടി അങ്ങോട്ട്. അതെ, ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച് നിക്കാം മനീഷ. ആ ഭ്രാന്ത് മാറാനേ നല്ലൊരു ഉപായം ഞാൻ പറഞ്ഞുതരാം. ടേക്ക് എ ഡീപ് ബ്രെത്ത്, പിന്നെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് ഇവിടെ പൂജാമുറിയിലിരിക്കുന്ന കൃഷ്ണനെ മനസ്സിൽ ധ്യാനിക്കുക. ആ മഹാചൈതന്യം വന്ന് അമ്മയെ രക്ഷിക്കും. മുറിയിൽ നിന്നല്ല, അമ്മയുടെ ഭ്രാന്തിൽ നിന്ന്. ഉറപ്പാ. എന്താ മോളെ പ്രശ്നം? രാജേട്ടാ, അവളോട് വാതില് തുറക്കാൻ പറ. ആ റുബിഷ്കന്റെ വീട്ടില് ഇന്നൊരു ചടങ്ങ് നടക്കുക. അതിന് ഹാജര് വെക്കാനല്ലേ അമ്മ ഇങ്ങനെ പോകാൻ തിരക്ക് കൂട്ടുന്നേ. ഇന്നെങ്ങും പോണ്ട. പോയില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് കാണാലോ. അതേടി, അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതിന് ഞാൻ അവിടെ ഉണ്ടാവുകയും വേണം. ഓ, അതാണല്ലേ കാര്യം. അപ്പൊ നീ ഇവിടെ കിടക്ക്. വല്ലാതെ പരിധി വിട്ട് കളിക്കരുതേ. ചിലപ്പോ ഇത് തീക്കളിയായി മാറും. അവളുടെ ഒരു അഹങ്കാരം നോക്കി. തീക്കളിയാകും പോലും. എന്നാ പിന്നെ അതിനകത്ത് കിടന്ന് തീ കൊളുത്തി ചാവും നാത്തൂനെ. നിന്റെ ബുദ്ധി ഉഗ്രനാ മോളെ. ആ ചെറുക്കന്റെ കല്യാണം കഴിയുന്നവരെ ഇവളിവിടെ കിടക്കട്ടെ. ആരെങ്കിലും ചോദിച്ചാ ബുദ്ധിപ്രമത്തിന്റെ ലക്ഷണം കാണിച്ചെന്നും അതുകൊണ്ട് പൂട്ടിയിട്ടാണെന്നും പറയാം. ഇവിടെ നിറക്കി വിട്ടാ അവള് നമ്മുടെ ശത്രുവിന്റെ കൂടെ നിന്ന് ആ ചെറുക്കന്റെ കല്യാണം കേമമായിട്ട് നടത്തും. ഇതിനകത്താകുമ്പോ അത് നടക്കില്ലല്ലോ. അവിടെ കിടക്കട്ടെ. ഒന്നും പേടിക്കേണ്ട ശോഭേ, നിന്നെ പട്ടിണിക്കൊന്നും ഇടില്ല ഞങ്ങള്. 3 നേരത്തെ ഭക്ഷണവും അപ്പുറത്തെ ജനലിലൂടെ എത്തിച്ചേരാം. ദേ, നിങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നതുണ്ടല്ലോ, ഈശ്വരൻ പോലും പൊറുക്കില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും. ഓഹോ, ഞങ്ങൾ അനുഭവിച്ചോളാം. പുറത്തേക്ക് കടക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ശോഭേ. ആ ഹരീഷന്റെ വീട്ടിലേക്ക് ഈ ജന്മം പോകില്ലെന്ന് സത്യം ചെയ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ തുറന്നു വിടാം. രാജേട്ടാ, ഒരു കാര്യം ഓർത്തോ, മോളെ ഇങ്ങനെയല്ല പഠിപ്പിച്ച് വളർത്തേണ്ടത്. നാളെ ഇവള് മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ.